ഖജനാവ് കാലിയാണെന്ന് സർക്കാർ ആവർത്തിക്കുമ്പോഴും ഇതാ ട്രാഫിക് പിഴ ഇനത്തിൽ ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപ കോടതിയുടെ കുരുക്കിലാണ്. ഈ സർക്കാരിന്റെ കാലത്ത് കോടതിയിലേക്ക് വിട്ട 13 ലക്ഷം കേസുകളിൽ 11 ലക്ഷവും തീർപ്പാക്കാതെ കെട്ടിക്കിടക്കുന്നു എന്നതാണ് വസ്തുത. വെറും 2 ലക്ഷം കേസുകൾ മാത്രമാണ് ഇതുവരെ തീർപ്പായത്. അതായത് 85% കേസുകളിലും പിഴ ഈടാക്കാനായിട്ടില്ല. അശ്വിൻ ഡിയാഗോയാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. അശ്വിൻ, ഇന്നലെ നമ്മുടെ വൈറലായ കോഴിക്കോട്ടെ അമ്മ നമ്മുടെ കോഫി വിത്ത് അരുണിൽ സംസാരിക്കുമ്പോൾ മന്ത്രിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ പിഴ ഈടാക്കിയാൽ അത് സർക്കാരിനല്ലേ കിട്ടുക, ജനങ്ങൾക്ക് എന്താണ് ഗുണമെന്ന്. ഇതാ പിഴ ഈടാക്കിയ തുകയൊന്നും സർക്കാരിന് കിട്ടുന്നില്ല എന്നതാണ് വസ്തുത, അല്ലേ? വിനിത, തീർച്ചയായും ബെപ്കോ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റിംഗ് വകുപ്പാണ് മോട്ടോർ വാഹന വകുപ്പ് എന്നുള്ളതാണ്. മോട്ടോർ വാഹന വകുപ്പ് കൃത്യമായി തന്നെ റോഡുകളിൽ പരിശോധന നടത്തി വാഹനങ്ങൾ നിയമലംഘനങ്ങൾക്ക് പിഴ ഈടാക്കുന്നുമുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ പിഴ പലപ്പോഴും സർക്കാരിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഈ കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതായത് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ മാത്രം 13 ലക്ഷം ചെല്ലാനുകളാണ്, ഫൈൻ ചെല്ലാനുകളാണ് കോടതിയിലേക്ക് നൽകിയിട്ടുള്ളത്. ഇതിൽ വെറും 2 ലക്ഷത്തോളം മാത്രമാണ് തീർപ്പുണ്ടായിട്ടുള്ളത്. അതായത് ആ ഒരു ഫൈൻ മാത്രമാണ് സർക്കാരിന് ലഭിച്ചിട്ടുള്ളത്. 85% കേസുകളും ഇപ്പോഴും കെട്ടിക്കിടക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഇതിൽ വനിത നോക്കൂ, 11 ലക്ഷം കേസുകൾ കെട്ടിക്കിടക്കുന്നു. അത് 500 രൂപ വെച്ചാണ് ഏറ്റവും ചെറിയ പിഴ എന്ന് കൂട്ടൂ. അങ്ങനെയാണെങ്കിൽ പോലും എത്ര കോടി രൂപയാണ് സർക്കാരിന് കിട്ടേണ്ടത്? ഇത് കിട്ടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതുമാത്രമല്ല, സാധാരണഗതിയിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ പോലീസോ ആണ് റോഡിൽ കൈ കാണിച്ച് പരിശോധന നടത്തി ഫൈൻ ഈടാക്കുന്നതെങ്കിൽ ആ ശിക്ഷയ്ക്ക് ലഭിക്കാവുന്ന ഏറ്റവും ചെറിയ തുകയാണ് വാങ്ങുന്നത്. സാധാരണഗതിയിൽ ഹെൽമെറ്റ് ഇല്ലാത്തതിന് 250 രൂപയോ അല്ലെങ്കിൽ കൂടിപ്പോയാൽ 500 രൂപയൊക്കെയാണ് വാങ്ങുന്നത്. പക്ഷേ ഈ കേസ് കോടതിയിലെത്തുമ്പോൾ ആ കുറ്റത്തിന് ഏറ്റവും കൂടുതൽ പരമാവധി കിട്ടാവുന്ന പിഴത്തുകയായ 2000 രൂപ വരെ കിട്ടേണ്ടതുണ്ട്. അങ്ങനെയുള്ളപ്പോഴാണ് ഈ പല കോടി ഇത്രയും രൂപ സർക്കാരിന് കിട്ടാതെ ഇപ്പോഴും കോടതി കിടക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. മാത്രമല്ല, ഈ വാഹനങ്ങൾ ഇനി മറ്റൊരാൾക്ക് വിൽക്കണമെങ്കിലോ അല്ലെങ്കിൽ പേര് മാറ്റണമെങ്കിലോ RC പുതുക്കണമെങ്കിലോ ഫിറ്റ്നസിനൊക്കെ കൊണ്ടുപോകണമെങ്കിലോ അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ ഫൈൻ അടച്ചതിന്റെ അല്ലെങ്കിൽ ഈ ഫൈനെല്ലാം ഒടുക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ വാഹനങ്ങൾ വിൽക്കുന്നതിനോ RC മറ്റൊരാളുടെ പേരിലേക്ക് ആക്കുന്നതിനോ പൊളിക്കാനോ കഴിയുകയുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും വാഹനങ്ങൾക്ക് ഈ നിയമക്കുരുക്ക് കാരണം ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു അവസ്ഥയിലേക്കാണ് നിൽക്കുന്നത്. മാത്രമല്ല, ഇത്രയും കേസുകൾ കോടതിക്കും ഒരു ബാധ്യതയാവുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാര്യം ഏതായാലും 13 ലക്ഷം കേസുകളിൽ 11 ലക്ഷവും തീർപ്പായിട്ടില്ല എന്നതാണ് അശ്വിൻ ഡിയാഗോ റിപ്പോർട്ട് ചെയ്യുന്നത്. സർക്കാർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്